നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുന്നേ തന്നെയായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ആ റോഡ് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 50 രൂപയും പിന്നെ നമ്മുടെ വണ്ടി ഏതാണോ അതനുസരിച്ചുള്ള വണ്ടിയുടെ പാർക്കിംഗ് ഫീയും ആണ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കുന്ന ഈ ടിക്കറ്റ് കൊണ്ട് നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കും വാഴച്ചാൽ വാട്ടർഫാൾസിലേക്കും നമുക്ക് കയറാനായിട്ട് സാധിക്കും കേട്ടോ. ആ 2 വെള്ളച്ചാട്ടം കാണാനായിട്ട് ഈ ഒരു ഒറ്റ ടിക്കറ്റ് മതി. നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 100 മീറ്ററോളം നമുക്ക് നടന്നു കഴിഞ്ഞാൽ ആ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസിലേക്ക് എത്തും കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡോറ് ഗ്ലാസ് എല്ലാം കയറ്റിയിട്ടിട്ട് ലോക്ക്ഡ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം. ഒരുപാട് മങ്കീസ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിലൊക്കെ ഉണ്ട്. പള്ളി വാട്ടർഫാൾസിന്റെ എൻട്രൻസിന്റെ അവിടെ തന്നെ ആയിട്ട് ഒരുപാട് ടോയ് ഷോപ്പുകളും കടകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ ബസ് സർവീസുകളുണ്ട് കേട്ടോ. അതിരപ്പള്ളിയിലേക്ക് വരാനും പോകാനും ഒക്കെ ആയിട്ട് ബസ് സർവീസുകൾ ഒരുപാടുണ്ട്. KSRTCയുടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും വേറെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇതിൽ കയറി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ മെയിൻ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറയ്ക്ക് എക്സ്ട്രാ ഒരു ഫീയും കൂടെ കൊടുക്കേണ്ട വന്നു കേട്ടോ. ഡിജിറ്റൽ ക്യാമറയൊക്കെ ഉള്ളവർ ക്യാമറ ഫീയും കൂടെ ഉള്ള ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് പോകാനായിട്ട്. പള്ളി വാട്ടർഫാൾസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ എൻട്രൻസിന്റെ അവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ വന്നിട്ട് വേണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വാട്ടർഫാൾസിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഒരുപാട് മങ്കീസിനെ കണ്ടു. മങ്കീസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരു വൈൽഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മങ്കീസ് ആണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ മങ്കീസിനൊന്നും കൊടുക്കല്ല്. അത് പിന്നെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ നിയമം പറയുന്ന പോലെ മങ്കീസ് ഒരു വൈൽഡ് ആനിമൽ ആണല്ലോ. വൈൽഡ് ആനിമലിനെ നമ്മൾ ഫീഡ് ചെയ്യാൻ നോക്കരുത്. അത് സ്വയം ഫുഡ് കണ്ടെത്തി കഴിച്ചോളും. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടുന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം നമുക്ക് നടന്നു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയുടെ ഒരു ഏരിയയിലേക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾസ് വെള്ളം ചാടുന്നുണ്ടല്ലോ, അത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. അതായത് വാഴച്ചാൽ വാട്ടർഫാൾസും ഈ അതിരപ്പള്ളി വാട്ടർഫാൾസും എല്ലാം ചാലക്കുടി പുഴയിലാണ്. അപ്പൊ ഇതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ ആ ഒരു മേൽഭാഗം. നമ്മുടെ നേരെ കാണുന്നതാണ് ചാലക്കുടി പുഴയാണ് ഒഴുകി പോകുന്നത് കേട്ടോ. ഇപ്പൊ പൊതുവെ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഉള്ളപ്പം ആ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ് ഒഴുകി വലിയ പുഴ പോലെ ഒഴുകി പോകണം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറവാണ്. ഒരുപാട് വെള്ളമുള്ള ടൈമൊക്കെ ആണെങ്കിൽ ആ ഒരു കട്ടിന്റെ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒരുപാട് ഫോഴ്സിൽ ചാടുന്ന ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു 2-3 സൈഡായിട്ട് മാത്രമാണ് വെള്ളം ചാടുന്നത്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം നല്ല ശക്തിയിൽ ഒഴുകി പോകുന്ന ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് തന്നെ ആ ചാലക്കുടി പുഴയും ആ പാറക്കെട്ടുകളും എല്ലാം നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് വാട്ടർഫാൾസിന്റെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ. ഈ ഒരു മേളിൽ നിന്നുള്ള ഒരു വ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടത്തില്ല. ഇതിന്റെ ശരിക്കും ഈ വാട്ടർഫാൾസിന്റെ ലുക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ താഴെ ഇറങ്ങി പോകണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മേൽഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 100-300 മീറ്ററോളം നമുക്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടിയിൽ ചെന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈഡ് വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിന് വേറെ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നമുക്ക് ഈ ഉള്ള ടിക്കറ്റിൽ തന്നെ ഇറങ്ങിപ്പോകാം. പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാനും കയറി വരാനും ഒക്കെ ഒരു കുറച്ച് ടാസ്ക് ആണ്. ചെറിയൊരു ട്രെക്കിങ് പോലെയാണ്. മലയും കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം അങ്ങോട്ട് പോകേണ്ടവർക്ക് പോകാം. ഒരുപാട് സിനിമകളിലൊക്കെ ഇത് ഈ ഒരു വെള്ളച്ചാട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ബാഹുബലിയിലെ ആ വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ വന്നാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പ്ലസ് ഗ്രാഫിക്സും കൂടെ ഒക്കെ ചേർത്ത് ഒരുപാട് വെള്ളമായിട്ടാണ് നമ്മൾ സിനിമയെ കാണുന്നത്. അതിന്റെ മെയിൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളിയാണ്. അതുപോലെ ഒരുപാട് തമിഴ് പടങ്ങളും മലയാളം പടങ്ങളും ഒക്കെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഏരിയ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ.
ചാലക്കുടി പുഴ അല്ലെങ്കിൽ ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ ഈ പുഴയുടെ ഒക്കെ ഒരു മെയിൻ ഒരു ഡേഞ്ചർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പാറക്കെട്ടുകളിലുള്ള കുഴികളാണോ. ഇവിടെ അങ്ങേറ്റത്തേക്ക് ഒരുപാട് ആൾക്കാർ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. അതായത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒഴുക്കിക്കൊണ്ട് അങ്ങ് പോകാനുള്ള വെള്ളത്തിന് ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുളിക്കുമ്പോൾ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ പോകുന്ന നമ്മൾ ആ സൈഡിൽ കൂടെ കാണുന്ന പാറകൾക്കൂടെ ഒക്കെ ഒരുപാട് വിടവുകളും കുഴികളും ഒക്കെയുള്ള പാറകളാണ്. അതായത് സ്ഥിരം എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകി പാറകളെല്ലാം കീറി പിന്നെ ഒരുപാട് പാറകളിൽ കുഴികളൊക്കെ ആയിട്ടുള്ള പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ കുഴിയിലോ അല്ലെങ്കിൽ ആ വിടവിലോ ഒക്കെ ലോക്കാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ച ആൾക്കാരൊക്കെ മരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇറങ്ങാനൊക്കെ ആയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനും കുളിക്കാനും വരാനൊക്കെ കേട്ടോ. നമ്മൾ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് നടക്കും കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്ക് ആ വെള്ളത്തിന്റെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. നല്ല വെയിലാണ്, ഒരുപാട് തണലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന് ജസ്റ്റ് കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകട്ടോ. നമ്മൾ തിരിച്ച് നടന്നു പോയപ്പം കണ്ട ഒരു വൈൽഡ് ആനിമൽ കേട്ടോ, മലയണ്ണാനോ. ഒരുപാട് ദൂരെയൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം അടുത്തായിരുന്നു. അതിങ്ങനെ ഒരു ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫാൾസ് മാത്രമല്ലായിരുന്നു. നമ്മൾ ഈ ടൂർ സ്റ്റാർട്ട് ചെയ്തത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ, വാഴച്ചാലും അതിരപ്പള്ളി വാട്ടർഫാൾസും. അപ്പം ഈ വീഡിയോയും ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മളിനി ഇവിടെ അതിരപ്പള്ളിയിൽ ഒരു റിസോർട്ടിൽ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേയും അവിടുത്തെ കാഴ്ചകളും അവിടെ നിന്ന് വാട്ടർഫാൾസിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ട്രെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ കൊണ്ട് തീരുവാണ്.